കണ്ണൂരിൽ വിമതരെ സ്വാഗതം ചെയ്ത് എം.വി. ജയരാജൻ. ജയരാജനെ തള്ളി CPM സംസ്ഥാന സെക്രട്ടറി. കണ്ണൂർ പാർട്ടിയിൽ ഭിന്നതയോ? CPM ഒരിക്കലും തെറ്റ് തിരുത്താൻ പോകുന്നില്ലേ? പാർട്ടി സെക്രട്ടറിക്ക് ഇതുവരെ തെറ്റ് ബോധ്യപ്പെട്ടിട്ടില്ലേ? തെറ്റ് തിരുത്താൻ തയ്യാറാകേണ്ടത് ആരാണ്? CPM-ഓ അതോ തിരുത്തേണ്ടത് പാർട്ടിയിലെ തെറ്റ് ചൂണ്ടിക്കാട്ടിയവരോ? സമഗ്രമായി നോക്കാം. ടോപ്പ് 10 ആദ്യം പ്രധാന തലക്കെട്ടുകൾ. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ സംസ്ഥാന താൽപര്യം ഉറപ്പാക്കാൻ അനുബന്ധ കരാറിനായി സർക്കാർ. MSCക്ക് കുത്തകാവകാശമുണ്ടാകില്ലെന്ന് ഉറപ്പാക്കും. അന്തിമ തീരുമാനം എംപവേർഡ് കമ്മിറ്റി ശുപാർശയ്ക്ക് ശേഷം അദാനിയുടെ അപേക്ഷയും വിശദമായി പരിശോധിക്കും. വിഴിഞ്ഞം കരാർ പാർട്ടിയിൽ ചർച്ച ചെയ്യണമെന്ന ആവശ്യം കോൺഗ്രസിൽ ശക്തം. പയ്യന്നൂരിലെ സ്ഥാനാർത്ഥി നിർണയം പാളിയെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M.V. ജയരാജൻ. തെറ്റ് തിരുത്തിയാൽ T.K. ഗോവിന്ദനും V. കുഞ്ഞികൃഷ്ണനും പാർട്ടിയിലേക്ക് തിരിച്ചുവരാമെന്നും M.V. ജയരാജൻ. ജയരാജനെ തിരുത്തി CPM സംസ്ഥാന സെക്രട്ടറി. അവിടെയും ഇവിടെയും ഇരുന്ന് പറയുന്നതിന് മറുപടി പറയേണ്ട കാര്യമില്ലെന്ന് M.V. ഗോവിന്ദൻ. തെറ്റ് തിരുത്തേണ്ടത് പാർട്ടിയെന്ന് V. കുഞ്ഞികൃഷ്ണനും T.K. ഗോവിന്ദനും. പ്രതിപക്ഷ ഉപനേതാവ് പദവിയിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് ആവർത്തിച്ച് CPI. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂരും കാസർഗോഡും നാളെ ഓറഞ്ച് അലർട്ട്. 6 ജില്ലകളിൽ യെല്ലോ അലർട്ട്. മത്സ്യബന്ധനത്തിന് വിലക്ക്. മഹാരാഷ്ട്രയിൽ മഴക്കെടുതി രൂക്ഷം. മരിച്ചവരുടെ എണ്ണം 6 ആയി. ഡൽഹിയിൽ 15 വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു. കൂട്ടപ്പിരിച്ചുവിടലിൽ കോറോ ഹെൽത്തുമായി തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ വെള്ളിയാഴ്ച ചർച്ച നടത്തും. നാളെ തൊഴിൽ വകുപ്പ് സെക്രട്ടറി പിരിച്ചുവിട്ട ജീവനക്കാരെ കാണും. കൊച്ചിക്ക് പിന്നാലെ കോഴിക്കോടും ജോലി നഷ്ടമായത് 400-ലേറെ പേർക്ക്. CITU ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് മുൻ മന്ത്രി വി ശിവൻകുട്ടി. അയോധ്യ സംഭാവന ക്രമക്കേട് അന്വേഷണത്തിനിടെ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് നാളെ യോഗം ചേരും. ജനറൽ സെക്രട്ടറി ചമ്പത് റായുടെ രാജിയും കഴിഞ്ഞ വർഷത്തെ വരവ് ചെലവ് കണക്കും അജണ്ട. ക്ഷേത്രത്തിന് സമർപ്പിച്ച സ്വർണത്തിലുള്ള രാമചരിതമാനസ് നഷ്ടപ്പെട്ടതായി മുൻ ആഭ്യന്തര സെക്രട്ടറിയുടെ പരാതി. പ്രിയങ്ക ഗാന്ധി അടക്കം ആരോപണം ഉന്നയിച്ച പ്രതിപക്ഷ നേതാക്കളെ ചോദ്യം ചെയ്യണമെന്ന് VHP. താരസംഘടന അമ്മയിലെ പ്രതിസന്ധിക്കിടെ ആരോപണം ഉന്നയിച്ചവർക്ക് മറുപടിയുമായി പ്രസിഡന്റ് ശ്വേതാ മേനോൻ. നുണകൾ പ്രചരിപ്പിച്ചാലും അപമാനിച്ചാലും പിന്നോട്ട് പോകില്ലെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ്. ലക്ഷ്മിപ്രിയക്കെതിരായ അൻസിബയുടെ പരാതി അന്വേഷിക്കാൻ കോടതി നിർദ്ദേശം. ടിനി ടോമിനെതിരായ പരാതിയിൽ മൊഴി രേഖപ്പെടുത്താത്ത കടവന്ത്ര SHOയെ മാറ്റണമെന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുമെന്ന് അൻസിബ. അമ്മയിലെ പ്രശ്നത്തിൽ ഇടപെടാനില്ലെന്നും അനാവശ്യമായി പാർട്ടിയെ വലിച്ചിഴക്കേണ്ടെന്നും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷ്. പത്തനംതിട്ടയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിൽ വഴിത്തിരിവ്. പരാതിക്ക് പിന്നിൽ പ്രണയ നൈരാശ്യത്തെ തുടർന്ന് സഹപാഠിയോടുണ്ടായ പ്രതികാര ബുദ്ധി. 13-കാരിയുടെ പരാതിയും മൊഴികളും വ്യാജമെന്ന് പോലീസ്. ആരും പീഡിപ്പിച്ചിട്ടില്ലെന്ന് മജിസ്ട്രേറ്റിന് മുമ്പിൽ പെൺകുട്ടി. ലൈംഗിക ചൂഷണം നടന്നിട്ടില്ലെന്ന് വൈദ്യപരിശോധനയിൽ തെളിഞ്ഞു. കേസ് അവസാനിപ്പിക്കാൻ പോലീസ്. ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ആവേശ പോരാട്ടം. ബ്രസീൽ നോർവേ മത്സരം പുലർച്ചെ 1:30. രാവിലെ 5:30 മെക്സിക്കോ ഇംഗ്ലണ്ടിനെ നേരിടും. പരാഗ്വയെ തോൽപ്പിച്ച് ഫ്രാൻസും കാനഡയെ തോൽപ്പിച്ച് മൊറോക്കോയും ക്വാർട്ടറിൽ. ഇറാന്റെ മുഴുവൻ നേതാക്കളും ഒരുമിച്ച് കൂടുമ്പോൾ ഇല്ലാതാക്കാൻ എളുപ്പമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പരാമർശം വിവാദത്തിൽ. ആയത്തുള്ള അലി ഖമനേയുടെ പൊതുദർശനം തുടരുന്നു. മുജ്തബ ഖമനേയുടെ അസാന്നിധ്യം ശ്രദ്ധേയം. സ്റ്റോറി ഓഫ് ദി ഡേ. ഹൈടെക്കായി വിളയും കറുത്ത പൊന്ന്. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ ആരോപണവും പ്രതിഷേധവും ശക്തമാകുമ്പോൾ അദാനി ഗ്രൂപ്പുമായി അനുബന്ധ കരാർ ഒപ്പിടാൻ സർക്കാർ ഒരുങ്ങുന്നു. മന്ത്രിസഭയിൽ ഇക്കാര്യം ചർച്ച ചെയ്യും. എംപവേർഡ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിന് ശേഷമാണ് തുടർ നീക്കം. കരാർ പാർട്ടിയിൽ ചർച്ച ചെയ്യണമെന്ന ആവശ്യം കോൺഗ്രസിൽ ശക്തമാകുമ്പോൾ മുഖ്യമന്ത്രിയുടെ നിലപാട് നിർണായകമാണ്. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ ഭരണ പ്രതിപക്ഷ നിരയിൽ നിന്ന് സമ്മർദ്ദം ശക്തമാകുമ്പോൾ തുടർ നീക്കം കരുതലോടെ നടത്തുകയാണ് സർക്കാർ.
49% ഓഹരിയും MSC കമ്പനിക്ക് അദാനി കൈമാറുമ്പോൾ അനുമതി നൽകണമെങ്കിൽ വ്യവസ്ഥകൾ കൃത്യമായി പാലിക്കുമെന്ന് ഉറപ്പുവരുത്താൻ എല്ലാ നിയമവശങ്ങളും സർക്കാർ ആലോചിക്കുന്നു. അതിന്റെ ഭാഗമായാണ് അനുബന്ധ കരാറിനായി നീക്കം നടത്തുന്നത്. രാജ്യ താൽപര്യം സംരക്ഷിച്ചും MSCക്ക് കുത്തകാവകാശം ഉണ്ടാകില്ല എന്ന് ഉറപ്പാക്കിയും മുന്നോട്ട് പോകണമെങ്കിൽ ഒരു അനുബന്ധ കരാറിലൂടെ നിയമപരിരക്ഷ ദൃഢമാക്കുകയാണ്. ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിലുള്ള എംപവേർഡ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും. ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭായോഗത്തിൽ വിഷയം ചർച്ച ചെയ്യും. അദാനി നൽകിയ കത്തിലെ ഉള്ളടക്കവും വിശദീകരണക്കുറിപ്പിലെ വിശദാംശങ്ങളും സർക്കാർ സമഗ്രമായി പരിശോധിക്കും. ഇക്കാര്യത്തിൽ AGയുടെ നിയമോപദേശവും തേടിയിട്ടുണ്ട്. ഓഹരി കൈമാറ്റത്തിൽ മുഖ്യമന്ത്രിക്ക് നേരെ CPM ഡീൽ ആരോപണം ശക്തമാക്കുമ്പോൾ രാഷ്ട്രീയമായി പ്രതിരോധിക്കുക കൂടിയാണ് ലക്ഷ്യം. അതേസമയം വിഴിഞ്ഞം കരാറ് പാർട്ടിയിൽ ചർച്ച ചെയ്യണമെന്ന ആവശ്യം കോൺഗ്രസിനുള്ളിൽ ശക്തമാകുന്നു. നിർണായക വിഷയങ്ങൾ മുഖ്യമന്ത്രി ഏകപക്ഷീയമായി തീരുമാനിക്കുന്നുവെന്ന ആക്ഷേപം ഒരു വിഭാഗം ഉന്നയിക്കുമ്പോൾ KPCC ഭാരവാഹി യോഗം വിളിച്ച് ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വിഴിഞ്ഞം കരാറിൽ കൃത്യമായ അജണ്ടയോടെയാണ് VD സതീശൻ കാര്യങ്ങൾ നിർവഹിച്ചതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മംഗലാപുരത്ത് പോയി ചർച്ച ചെയ്ത് തീരുമാനിച്ച് കൃത്യതയോടെയുള്ള ഡീലാണ് നടന്നത്. കേരളത്തിന്റെ ധാതുസമ്പത്ത് കോർപ്പറേറ്റുകൾക്ക് വിൽക്കുന്നതിനുള്ള പദ്ധതികളെക്കുറിച്ചാണ് ധവളപത്രത്തിലും ബജറ്റിലും പറയുന്നത്. കടലും കരയും കോർപ്പറേറ്റുകൾക്ക് അടിയറവ് വയ്ക്കാനുള്ള തീരുമാനമാണ് ഇതിന് പിന്നിലെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. കൃത്യമായ അജണ്ട വെച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന നിലയാണ് VD സതീശൻ എന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നിർവഹിച്ചത്. വളരെ കൃത്യതയോടുകൂടിയാണ് കാര്യങ്ങൾ നീങ്ങിയത്. മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് നമുക്കറിയുന്നത് പോലെ പ്രത്യേക പ്ലെയിൻ ചാർട്ട് ചെയ്ത് മംഗലാപുരം വരെ പോയി അദാനി പുറത്താക്കപ്പെട്ട നേതാക്കളെ ചൊല്ലി CPM-ൽ ഭിന്നസ്വരം. തെറ്റുതിരുത്തിയാൽ കുഞ്ഞികൃഷ്ണനെയും TK ഗോവിന്ദനെയും പാർട്ടി തിരിച്ചെടുക്കുമെന്ന് MV ജയരാജൻ. അതേസമയം ഇരുവരും വർഗവഞ്ചകരാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആവർത്തിച്ചു. തെറ്റുതിരുത്തുന്നവരെ ഒറ്റപ്പെടുത്തി മുന്നോട്ടു പോകില്ല. തിരുത്താൻ തയ്യാറായാൽ TK ഗോവിന്ദനെയും V കുഞ്ഞികൃഷ്ണനെയും പാർട്ടിയിൽ തിരിച്ചെടുക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ അഭിപ്രായപ്പെട്ടു. പയ്യന്നൂരിൽ TA മധുസൂദനെ മാറ്റിയിരുന്നെങ്കിൽ വിജയിക്കാമായിരുന്നുവെന്നും TK ഗോവിന്ദനെ കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വീട്ടിൽ സ്വീകരിച്ച് ആനയിച്ചത് ശരിയായില്ലെന്നും MV ജയരാജൻ പ്രതികരിച്ചു. സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യങ്ങൾ അദ്ദേഹം തുറന്നു പറഞ്ഞത്. അതേസമയം MV ജയരാജനെ തള്ളി CPM സംസ്ഥാന സെക്രട്ടറി രംഗത്തെത്തി. കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും വർഗവഞ്ചകർ തന്നെ. തിരുത്തിയാൽ തിരിച്ചെടുക്കുന്നത് പൊതുരീതിയാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. തിരുത്തിയാൽ ഈ ഭൂമുഖത്ത് ആരെയും തിരിച്ചെടുക്കുമല്ലോ, അതിനെന്താ സംശയമുള്ളത്? പാർട്ടിയെ വഞ്ചിച്ചു, വർഗവഞ്ചനയാണ്, ചതിയാണ്. അത് കൃത്യമായിട്ട് പാർട്ടി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ നിലപാടാണ് അവരെടുത്തിട്ടുള്ളത്. അത് സുധാകരനായാലും ഈ പറയുന്ന TK ഗോവിന്ദനായാലും അതുപോലെ കുഞ്ഞകൃഷ്ണനായാലും ഇവരെല്ലാം എടുത്ത നിലപാട് പാർട്ടിയെ വഞ്ചിച്ചുകൊണ്ട് പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ട നേതൃനിലയിലുണ്ടായിരുന്നവരുൾപ്പെടെ വഞ്ചിച്ച് ചതിച്ചു പോകുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. ആ നിലപാട് അതിശക്തമായ രീതിയിൽ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. ആർക്കാണ് തെറ്റ് സംഭവിച്ചതെന്നും ആരാണ് തിരുത്തേണ്ടതെന്നും ജയരാജൻ വ്യക്തമാക്കണമെന്ന് TK ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. ഈ പാർട്ടിയെ തെറ്റായ രീതിയിൽ നയിക്കുകയും ഈ പാർട്ടിയിലുള്ള ജനങ്ങളും പാർട്ടി ഘടകങ്ങളും അംഗീകരിക്കാതെ സ്ഥാനാർത്ഥികളെ അടിച്ചേൽപ്പിക്കുകയും ചെയ്ത് പാർട്ടിയെ വഞ്ചിച്ച നിങ്ങളാണ് വർഗവഞ്ചകർ. അത് ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടാണ് ഇന്ന് 34 സീറ്റിൽ നിങ്ങൾ ഇരിക്കേണ്ടി വന്നതെന്ന് ഇനിയെങ്കിലും ഗോവിന്ദ മാഷ് മനസ്സിലാക്കണം. എന്നിട്ട് അതിൻ്റെ പേരിൽ വർഗവഞ്ചകൻ എന്ന് എന്നെ ആരോപിക്കുക, അല്ലേ? ഞാൻ ഇതുവരെയൊന്നും അങ്ങനെ ഈ രീതിയിലൊന്നും മത്സരിക്കാൻ നിന്നിട്ടില്ലല്ലോ. ഗോവിന്ദ മാഷ കൂടെ രാഷ്ട്രീയത്തിൽ വന്ന ആളാണ് ഞാനും. അതുകൊണ്ട് വലിയ മഹത്വമൊന്നും ഗോവിന്ദ മാഷ് പറയേണ്ടെന്നേ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുള്ളൂ. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കണ്ണൂർ CPM-ൽ ഉയർന്ന ഭിന്നസ്വരം മറനീക്കി പുറത്തുവരികയാണ്. ഇത് പ്രത്യക്ഷമായും പരോക്ഷമായും ഉന്നം വയ്ക്കുന്നത് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനെയാണ്. തോൽവിയുമായി ബന്ധപ്പെട്ട് പാർട്ടി വർഗ ബഹുജന സംഘടനാ ചർച്ചകളിൽ MV ഗോവിന്ദനെതിരെ രൂക്ഷ വിമർശനവും ഉയർന്നിരുന്നു. അമൃത ന്യൂസ്, കണ്ണൂർ. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തെ ചൊല്ലി CPM-CPI തർക്കം രൂക്ഷം. ചർച്ച ചെയ്യേണ്ടതില്ലെന്ന് പിണറായി വിജയന്റെ പ്രസ്താവനയിൽ പരസ്യമായി പ്രതിഷേധിച്ച് CPI. ഉപനേതാവ് പദവി വേണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് അസിസ്റ്റന്റ് സെക്രട്ടറി PP സുനീർ വ്യക്തമാക്കി. CPI പറഞ്ഞതുപോലെ കേട്ടിരുന്നുവെങ്കിൽ ഈ നില വരുമായിരുന്നില്ലെന്നും PP സുനീർ തിരിച്ചടിച്ചു. പ്രതിപക്ഷ ഉപനേതാവ് പദവിയെ ചൊല്ലിയുള്ള CPM-CPI തർക്കം ചെറിയൊരിടവേളയ്ക്ക് ശേഷം വീണ്ടും തലപൊക്കുകയാണ്. തർക്കത്തെ തുടർന്ന് ഇടതുമുന്നണി യോഗം ചേരാനാകുന്നില്ല എന്ന വാർത്തകൾ പ്രചരിക്കുമ്പോൾ പ്രതിപക്ഷ ഉപനേതാവ് പദവിയുടെ കാര്യത്തിൽ കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ നടത്തിയ പരിഹാസമാണ് CPI-യെ പ്രകോപിപ്പിച്ചത്. അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. അതൊക്കെ കഴിഞ്ഞ കാര്യമാണ്. അതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല.
മുന്നണിയിലൊന്നും നിൽക്കുന്ന വിഷയമല്ല, അതൊന്നും മുന്നണി ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. കടുത്ത പ്രതിഷേധമാണ് CPIയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പാർട്ടിയല്ല CPI എന്നും ഉപനേതാവ് പദവി വേണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും അസിസ്റ്റന്റ് സെക്രട്ടറി PP സുനീർ വ്യക്തമാക്കി. അങ്ങനെ ഏകപക്ഷീയമായി അടക്കേണ്ട വിഷയമല്ല എന്ന് തന്നെയാണ് CPI പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതിൽ പാർട്ടിയല്ല CPI പറഞ്ഞുകൊണ്ടേയിരുന്നത്. പലപ്പോഴും കേട്ടിരുന്നെങ്കിൽ ഈ അവസ്ഥ 2 വർഷം ഉണ്ടാവുമായിരുന്നില്ല എന്ന അനുഭവം നമ്മൾ ബോധ്യപ്പെടുത്തും. എന്നാൽ CPIയുമായുള്ള തർക്കം ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നാണ് V ശിവൻകുട്ടി വ്യക്തമാക്കിയത്. CPI തമ്മിലുള്ള പ്രശ്നമല്ലേ, സംസാരിച്ച് തീർക്കും. നിങ്ങളുടെ ഉത്കണ്ഠയും പരിഹാരം കാണും. നിങ്ങളുടെ ഒരു വിഷമമുണ്ടല്ലോ, തീർത്തിയിരുന്നില്ല എന്നുള്ള വിഷമം, അതും പരിഹാരം ഉണ്ടാകും. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തെ ചൊല്ലിയുടെ തർക്കം രൂക്ഷമാകുമ്പോൾ ഇടതുമുന്നണി യോഗം പോലും ചേരാനാകാതെ പ്രതിസന്ധിയിലാണ് നേതൃത്വം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്ത് നാളെ മുതൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വടക്കൻ കേരളത്തിൽ മഴ ശക്തമാകുമെന്ന് മുന്നറിയിപ്പുണ്ട്. ഇതോടെ 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലെ ശക്തമായ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി മാറിയതോടെയാണ് കേരളത്തിൽ മഴ കനക്കുന്നത്. തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജൂലൈ 9 വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. അതേസമയം മലയോര മേഖലകളിലും പ്രളയ സാധ്യതയുള്ള പ്രദേശങ്ങളിലും താമസിക്കുന്നവർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്ന് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അറിയിച്ചു. അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ 2.9 മുതൽ 3.6 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. അമൃത ന്യൂസ്, കോഴിക്കോട്. മഹാരാഷ്ട്ര, ഗുജറാത്ത് തീരപ്രദേശങ്ങളിൽ കനത്ത മഴയിൽ വൻ നാശനഷ്ടം. മുംബൈ, താനെ, രത്നഗിരി, റായ്ഗഡ് ജില്ലകളിൽ ഇന്നും നാളെയും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കുർള മേഖലയിൽ മരം വീണ് 63കാരൻ മരിച്ചു. മഴക്കെടുതിയിൽ മഹാരാഷ്ട്രയിൽ ഇതുവരെ 6 മരണം റിപ്പോർട്ട് ചെയ്തു. മുംബൈ നഗരത്തിൽ പലയിടങ്ങളിലും വെള്ളം കയറി. പ്രതികൂല കാലാവസ്ഥ വ്യോമഗതാഗതത്തെയും ബാധിച്ചു. ഡൽഹിയിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും കനത്ത മഴയ്ക്ക് ശമനമുണ്ടായിരുന്നു. ഡൽഹിയിലും സമീപ പ്രദേശങ്ങളിലും പെയ്ത കനത്ത മഴ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങളെ സാരമായി ബാധിച്ചിരുന്നു. മോശം കാലാവസ്ഥയും ദൃശ്യപരത കുറഞ്ഞതും കാരണം 5 അന്താരാഷ്ട്ര സർവീസുകളും 10 ആഭ്യന്തര സർവീസുകളും മറ്റ് വിമാനത്താവളങ്ങളിലേക്ക് അടിയന്തരമായി വഴിതിരിച്ചുവിട്ടു. ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ട കോറോ ഹെൽത്ത് മാനേജ്മെന്റുമായി തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ നേരിട്ട് ചർച്ച നടത്തും. നാളെ ലേബർ കമ്മീഷണർ കമ്പനിയിലെത്തും. തുടർന്ന് ജൂലൈ 10 തൊഴിൽ വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ കമ്പനിയുടെ ഉന്നത ഉദ്യോഗസ്ഥരുമായും ചർച്ച നടത്തും. കേന്ദ്രത്തിന്റെ ഇടപെടൽ വേണമെങ്കിൽ അതിനും നടപടികൾ സ്വീകരിക്കും. ജോലി നഷ്ടപ്പെട്ടവരുടെ കാര്യത്തിൽ അനുകൂലമായ ഒരു തീരുമാനമുണ്ടാകുമെന്ന് തന്നെയാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നതെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ കൊല്ലത്ത് പറഞ്ഞു. വിവരം കിട്ടിയ ഉടൻ തന്നെ അവിടുത്തെ MLA ശ്രീമതി ഉമാ തോമസ് അവിടെ എത്തിച്ചേരുകയുണ്ടായി. ആ വിവരം അറിഞ്ഞ ഉടൻ തന്നെ ജില്ലാ ലേബർ ഓഫീസർ അവിടെ എത്തി കമ്പനി അധികൃതരുമായി ചർച്ച നടത്തി. ആ ചർച്ചകൾ തുടർ ചർച്ചകളായി മാറിക്കൊണ്ടിരുന്നു. ആദ്യഘട്ടത്തിൽ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ കമ്പനി അധികൃതരുമായി ചർച്ച നടത്തി. MLAയുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് ജില്ലാ ലേബർ ഓഫീസർ അടക്കമുള്ള ലേബർ വകുപ്പ്, തൊഴിൽ വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ ചർച്ച നടത്തി. US ടെക് കമ്പനി കോറോ ഹെൽത്തിന്റെ കൂട്ടപ്പിരിച്ചുവിടലിൽ കൊച്ചിക്ക് പിന്നാലെ കോഴിക്കോടും ജോലി നഷ്ടമാകുന്നത് 400-ലേറെ പേർക്കാണ്. 22 വയസ്സുള്ള ട്രെയിനികൾ തുടങ്ങി ഈ മേഖലയിൽ 12 വർഷം പ്രവൃത്തി പരിചയമുള്ള സീനിയർ സ്റ്റാഫുകൾ ഉൾപ്പെടെയാണ് ജോലി നഷ്ടമാകുന്നത്. സർക്കാർ ചർച്ച തുടരുന്നുണ്ട് എങ്കിലും കമ്പനി പ്രതിനിധികളെ ഫോണിൽ വിളിച്ചാൽ പോലും കിട്ടാത്ത അവസ്ഥയാണെന്ന് ജീവനക്കാർ പറയുന്നു. ഒരൊറ്റ ദിവസം കൊണ്ട് 400-ലേറെ പേർക്കാണ് ചുങ്കത്തെ ഈ ബ്രാഞ്ചിലുള്ളവർക്ക് ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് ജീവനക്കാർ. 3 മാസത്തെ നോട്ടീസ് പീരീഡെങ്കിലും നൽകിയിരുന്നെങ്കിൽ മറ്റു ജോലി സാധ്യത തേടാമായിരുന്നു. എന്നാൽ എല്ലാവിധത്തിലും തങ്ങളുടെ ഭാവിയെ അവതാളത്തിലാക്കിയാണ് കോറോ ഹെൽത്ത് തങ്ങൾക്ക് മുന്നിൽ വാതിൽ അടയ്ക്കുന്നതെന്നതാണ് ജീവനക്കാരെ ധർമ്മസങ്കടത്തിലാക്കുന്നത്. കോഴിക്കോട് വെസ്റ്റിൽ ചുങ്കത്താണ് കമ്പനിയുടെ ബ്രാഞ്ച് പ്രവർത്തിക്കുന്നത്. 2.5 വർഷമായി ജില്ലയിൽ തുടരുന്ന കമ്പനിയിൽ 22 വയസ്സ് മുതൽ 40 വരെയുള്ള 380-ലേറെ തൊഴിലാളികളാണുള്ളത്. അമേരിക്കയിലെ ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഡാറ്റകളുടെ കോഡിംഗ് ആണ് ഇവർ ചെയ്തു നൽകുന്നത്. വെള്ളിയാഴ്ച പതിവ് പോലെ ഓഫീസിലെത്തിയവരോടാണ് നാളെ മുതൽ ജോലിയില്ലെന്ന് കമ്പനി വ്യക്തമാക്കിയത്.
നിങ്ങൾക്കറിയാവുന്നതുപോലെ കമ്പനി നഷ്ടത്തിലാണ്. അതുകൊണ്ട് കേരളത്തിലെ ഓപ്പറേഷൻസ് ഞങ്ങൾ ക്ലോസ് ചെയ്യുന്നതാണ് ഇവർ പറയുന്നത്. ഞാൻ ഈ ജോലിയിൽ നിന്നുകൊണ്ട് ഞാൻ മറ്റൊരു ജോലി നോക്കുന്നത് പോലെയല്ല ജോലി പോയാൽ ഞാൻ മറ്റൊരു ജോലി നോക്കുന്നത്. അങ്ങനെ 900-ഓളം കുടുംബങ്ങളാണ് അനാഥമാകാൻ പോകുന്നത്. 900-ഓളം കുടുംബങ്ങൾ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സൗകര്യം നിലവിൽ കേരളത്തിലോ ഇന്ത്യയിലോ ഇല്ല ഈ ഒരു മേഖലയിൽ. കാരണം ഞാനാണ് 9-10 വർഷം ഈ ഫീൽഡിലാണ്. അതുപോലെ ഒരുപാട് വർഷങ്ങളായിട്ട് ഈ ഫീൽഡിൽ മാത്രം വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അവർക്ക് ഇത്രയും ആളുകൾക്ക് ജോലി കൊടുക്കാനുള്ള സൗകര്യം അല്ലെങ്കിൽ ഇപ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സാലറിയിൽ ആ സ്കെയിലിൽ അവരെടുക്കാൻ പറ്റിയൊരു സൗകര്യം നിലവിൽ കേരളത്തിലോ ഇന്ത്യയിലോ ഇല്ല. മുഖ്യമന്ത്രി വിഷയത്തിൽ ഇടപെടുമെന്നതിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് ജീവനക്കാർ. തിങ്കളാഴ്ച പതിവ് പോലെ ഓഫീസിലെത്താനാണ് ഇവരുടെ തീരുമാനം. അമൃത ന്യൂസ്, കോഴിക്കോട്. തൊഴിലാളികളെ കൂട്ടത്തോടെ പിരിച്ചുവിട്ട കോറോ ഹെൽത്ത് കമ്പനിയുടെ നടപടി പ്രതിഷേധാർഹമെന്ന് മുൻ തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി. CITU ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കും. ലേബർ കമ്മീഷന് മുന്നിലും ലേബർ കോടതികൾക്ക് മുന്നിലും വിഷയം ഉന്നയിക്കുമെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. IT അനുബന്ധ മേഖലകളിൽ ശക്തമായ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ ഇല്ലാത്തതാണ് മാനേജ്മെൻറ്റുകൾ ഇത്തരത്തിലുള്ള തൊഴിലാളി വിരുദ്ധ നടപടികൾ സ്വീകരിക്കുവാൻ കാരണം. ഈ മേഖലയിൽ ശക്തമായ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ഉയർന്നു വരേണ്ടത് തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ അനിവാര്യമാണെന്ന് CITU കാണുന്നു. അയോധ്യ സംഭാവന ക്രമക്കേട് വിവാദങ്ങൾക്ക് ശേഷം ആദ്യമായി രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് നാളെ യോഗം ചേരും. ജനറൽ സെക്രട്ടറി ചമ്പത് റായുടെ രാജി, കഴിഞ്ഞ വർഷത്തെ വരവ് ചെലവ് കണക്കുകളും പരിശോധിക്കും. CCTV ദൃശ്യങ്ങളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കേസിലെ പ്രതികളെ വീണ്ടും ചോദ്യം ചെയ്തു. അതേസമയം ക്ഷേത്രത്തിന് സമർപ്പിച്ച സ്വർണത്തിലുള്ള രാമചരിതമാനസ് നഷ്ടപ്പെട്ടതായി മുൻ ആഭ്യന്തര സെക്രട്ടറി പരാതി നൽകി. അയോധ്യ ക്ഷേത്രത്തിൽ സംഭാവനാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കും SIT അന്വേഷണത്തിനും ശേഷം ശ്രീരാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ ആദ്യ യോഗം നാളെ ചേരും. ട്രസ്റ്റ് അധ്യക്ഷൻ മഹന്ത് നൃത്യഗോപാൽ ദാസ് മഹാരാജിന്റെ ആശ്രമത്തിലാണ് യോഗം. ജനറൽ സെക്രട്ടറി ചമ്പത് റായ്, ട്രസ്റ്റ് അംഗം അനിൽ മിശ്ര എന്നിവരുടെ രാജിക്കത്ത് യോഗം പരിശോധിക്കും. ക്ഷേത്രത്തിന്റെ ഭരണനിർവഹണം കാര്യക്ഷമമാക്കുന്നതിനായി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നതും 2025-26 സാമ്പത്തിക വർഷത്തെ വരവ് ചെലവ് കണക്കിന്റെ വിശദമായ പരിശോധനയും അജണ്ടയിലുണ്ട്. സംഭാവനാ ക്രമക്കേട് അന്വേഷിക്കുന്ന പ്രത്യേക സംഘം ചമ്പത് റായുടെ മൊഴിയെടുത്തിട്ടുണ്ടെങ്കിലും ഇതുവരെ കേസിൽ പ്രതി ചേർത്തിട്ടില്ല. കേസിലെ മുഖ്യപ്രതി അവിനാശ് ശുക്ലയെ വീണ്ടും ചോദ്യം ചെയ്തു. CCTV ദൃശ്യങ്ങളിൽ ക്രമക്കേട് നടത്തുന്നതിന്റെ നിർണായക വിവരങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്തത്. പ്രതികളുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലും പരിശോധന തുടരുകയാണ്. അതേസമയം രാമക്ഷേത്രത്തിന് സമർപ്പിച്ച സ്വർണത്തിലുള്ള രാമചരിതമാനസ് നഷ്ടപ്പെട്ടതായി മുൻ ആഭ്യന്തര സെക്രട്ടറി S ലക്ഷ്മിനാരായണൻ പരാതി ഉന്നയിച്ചു. 5 കോടിയോളം വിലമതിക്കുന്ന രാമചരിതമാനസ് സമർപ്പിച്ചതിന്റെ രസീത് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും നൽകിയിട്ടില്ലെന്നും ഇക്കാര്യം SIT അറിയിച്ചിട്ടുണ്ടെന്നും മുൻ ആഭ്യന്തര സെക്രട്ടറി വ്യക്തമാക്കി. അമൃത ന്യൂസ്, ന്യൂഡൽഹി. താരസംഘടന അമ്മയിലെ പ്രതിസന്ധികൾക്കിടെ ആരോപണം ഉന്നയിച്ചവർക്ക് മറുപടിയുമായി പ്രസിഡന്റ് ശ്വേതാ മേനോൻ. നുണകൾ പ്രചരിപ്പിച്ചാലും അപമാനിച്ചാലും പിന്നോട്ടു പോകില്ലെന്ന് ശ്വേതാ മേനോൻ ഫേസ്ബുക്കിൽ കുറിച്ചു. മലയാള സിനിമയിലെ പവർ ഗ്രൂപ്പിനെ ഒറ്റയ്ക്ക് നേരിടാനാവില്ല. ജനറൽ ബോഡി മീറ്റിംഗിൽ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചുവെന്നും ശ്വേത പറയുന്നു. അതേസമയം ശ്വേതയ്ക്ക് സമയം നൽകണമെന്നും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് വ്യക്തതയില്ലാതെ കരിവാരി തേക്കരുതെന്നും നടി പ്രിയങ്ക പ്രതികരിച്ചു. ഓരോ ദിവസവും പുതിയ ആരോപണങ്ങളും മറുപടികളുമായി താരസംഘടന അമ്മയിലെ തർക്കം തുടരുകയാണ്. ആരോപണം ഉന്നയിച്ചവർക്ക് മറുപടിയും വിമർശനവുമായി ശ്വേതാ മേനോൻ തന്നെയാണ് ഇന്ന് രംഗത്തെത്തിയത്. സംഘടനയുടെ പ്രസിഡന്റ് എന്ന പേരിൽ തന്നെയാണ് ശ്വേത ഫേസ്ബുക്കിൽ കുറിപ്പുകൾ ഇട്ടിട്ടുള്ളത്. മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും പവർ ഗ്രൂപ്പിനെ ഒറ്റയ്ക്ക് നേരിടാനാവില്ലെന്നും മനസ്സിലാക്കിയ സമയമാണ് ഇതെന്നും ശ്വേത പറയുന്നു. അവർ ആരൊക്കെയാണെന്ന് താരസംഘടനയിലെ അംഗങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് തന്റെ വിജയം. നുണകൾ പ്രചരിപ്പിച്ചാലും അപമാനിച്ചാലും പോരാട്ടങ്ങളിൽ നിന്ന് പിന്നോട്ടില്ല എന്നും അവർ വ്യക്തമാക്കുന്നു. സ്ഥിരവരുമാനമില്ലാത്ത ഒരുപാട് പേരുണ്ട്. അവർക്ക് താങ്ങാവുക എന്നതാണ് സംഘടനയുടെ ലക്ഷ്യം. പണം തരുന്നത് ഹിന്ദുവാണോ മുസ്ലിമാണോ അംബാനിയാണോ അദാനിയാണോ എന്ന് നോക്കിയിട്ടല്ല സ്വീകരിച്ചിട്ടുള്ളതെന്ന് മാലാ പാർവതി ഉൾപ്പെടെയുള്ളവർക്കുള്ള മറുപടിയായി ശ്വേത കുറിക്കുന്നു. കുറ്റാരോപിതർ നടത്തിയ സാമ്പത്തിക തിരിമറികൾ കണ്ടെത്തിയതോടെയാണ് തന്നെ അപമാനിക്കാൻ തുടങ്ങിയതെന്നും ആരോപിതർ ചെയ്യുന്ന തിരിമറികളും തട്ടിപ്പുകൾക്കും എന്തിനു ചീത്തപ്പേര് കേൾക്കണം എന്നതുകൊണ്ടാണ് മോഹൻലാൽ വരെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു പോയതെന്നും ശ്വേത കൂട്ടിച്ചേർക്കുന്നു. അതേസമയം ശ്വേതയ്ക്ക് പിന്തുണയുമായി നടി പ്രിയങ്ക രംഗത്തു വന്നു. കോടതി ഉത്തരവിനെ മാനിക്കണം. ശ്വേത തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് വ്യക്തതയില്ലാതെ കരിവാരി തേക്കരുതെന്നും പ്രിയങ്ക പ്രതികരിച്ചു. ശ്വേത എന്ന് പറയുന്ന വ്യക്തി എന്നെ പേഴ്സണലായിട്ട് എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉള്ളതാണ്. തെറ്റ് കണ്ടെങ്കിൽ ഇനിയിപ്പോൾ തെളിഞ്ഞു വരുമ്പോൾ തെറ്റിന് നമ്മളെല്ലാവരും അവരോട് നിൽക്കില്ലല്ലോ. ഇതുവരെ ആരെങ്കിലും തെളിയിച്ചിട്ടുണ്ടോ? പിന്നെ എന്തിനാ ഇങ്ങനെ
ഒരാളെ ഇങ്ങനെ കഴിവാരി തേക്കുന്നത്? ഇവിടെ നിയമവും കോടതിയുണ്ട്, പോലീസും ഉണ്ട്, എല്ലാവരും നോക്കട്ടെ. എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഈ ഓഡിറ്ററും അഡ്വക്കേറ്റും അറിയാതെ ഒരു കാര്യം ഉണ്ടാവില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു സ്ത്രീയെ ടാർഗറ്റ് ചെയ്തത്? അല്ലേ, കോടതി ഒന്നുമില്ലാതെ ഭരിച്ചോളാൻ പറയില്ലല്ലോ, കോടതിയെ മാനിക്കണ്ടേ? ഞാനൊക്കെ കോടതിയെ മാനിക്കുന്നു, ഞാൻ ശ്വേതയുടെ ഒപ്പം തന്നെ നിൽക്കുന്നു ഇപ്പോഴും. പ്രശ്നപരിഹാരത്തിന് മുതിർന്ന താരങ്ങൾ ഇടപെടുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അമൃത ന്യൂസ്, കൊച്ചി. നടി ലക്ഷ്മിപ്രിയക്കെതിരായ അൻസിബയുടെ പരാതിയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ കോടതി നിർദ്ദേശം. തൃപ്പൂണിത്തുറ മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. ലക്ഷ്മിപ്രിയ, ഭർത്താവ്, ഹിൽ പാലസ് വനിതാ സെല്ലിലെ SI രേഷ്മ എന്നിവർക്കെതിരെയാണ് പരാതി. വ്യാജ പരാതിയുടെ മറവിൽ മാനസികമായി പീഡിപ്പിച്ചെന്ന അൻസിബയുടെ പരാതിയിലാണ് കോടതി നടപടി. നിയമവിരുദ്ധമായി തന്നെ പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞുവെച്ചതായും അൻസിബ തന്റെ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതേസമയം ടിനി ടോമിനെതിരായ പരാതിയിൽ മൊഴി രേഖപ്പെടുത്താത്ത കടവന്ത്ര SHOയ്ക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് അൻസിബ. സിനിമാ മേഖലയിൽ അനാവശ്യമായി BJPയെ വലിച്ചിഴയ്ക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കുമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷ്. ശ്വേതാ മേനോൻ ദേശീയവാദിയും നരേന്ദ്രമോദിയുടെ ഭക്തയുമാണ്, എന്നാൽ BJPക്കാരിയല്ല. BJP അമ്മ സംഘടന പിടിച്ചടക്കാൻ ശ്രമിക്കുന്നുവെന്ന വ്യാജ പ്രചാരണമാണ് നടത്തുന്നത്. സുരേഷ് ഗോപി സിനിമാ മേഖലയ്ക്ക് മാതൃകയാണ്. സിനിമ മുഖംമൂടി വെച്ച രാഷ്ട്രീയക്കാർ മാന്യത പാലിക്കണമെന്നും S. സുരേഷ് വിമർശിച്ചു. ശ്വേതാ മേനോൻ അമ്മയുടെ പ്രസിഡന്റായപ്പോൾ BJP അമ്മ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു എന്ന് വ്യാഖ്യാനിച്ച് അതിൻ്റെ പേരിൽ കഥകൾ നെയ്തുണ്ടാക്കുന്ന ഇവിടുത്തെ ഒരു കൂട്ടം മാധ്യമക്കാരോടും നിക്ഷിപ്ത താല്പര്യക്കാരായിട്ടുള്ള രാഷ്ട്രീയ താല്പര്യമുള്ള ചില സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രവൃത്തികളോടും BJPക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഒരു മാന്യത പാലിച്ചിട്ടുണ്ട്. പത്തനംതിട്ടയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിൽ വഴിത്തിരിവ്. 13-കാരിയുടെ പരാതിയും മൊഴികളും പൂർണ്ണമായും വ്യാജമാണെന്ന നിഗമനത്തിൽ പോലീസ്. പ്രണയ നൈരാശ്യത്തെ തുടർന്ന് സഹപാഠിയോടുള്ള പ്രതികാര ബുദ്ധിയാലാണ് പെൺകുട്ടി കളവ് പറഞ്ഞതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇതോടെ കേസിൽ കസ്റ്റഡിയിലായിരുന്ന സഹപാഠികൾ ഉൾപ്പെടെ 6 പേരെയും വിട്ടയച്ചു. കൗൺസിലിംഗിനിടെ 13-കാരി നൽകിയ ഞെട്ടിക്കുന്ന മൊഴികളുടെ അടിസ്ഥാനത്തിലായിരുന്നു പത്തനംതിട്ട കൂടൽ പോലീസ് പോക്സോ നിയമപ്രകാരം കേസെടുത്തത്. സഹപാഠികൾ ഉൾപ്പെടെയുള്ളവർ സ്കൂളിന് സമീപത്തും ഒപ്പം പഠിക്കുന്ന മറ്റൊരു പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ചും തന്നെ ലൈംഗികമായി ഉപദ്രവിച്ചു എന്നായിരുന്നു പെൺകുട്ടിയുടെ ആരോപണം. ചൈൽഡ് ഹെൽപ്പ് ലൈൻ വഴി വിവരം പോലീസിലേക്ക് എത്തിയതോടെ സഹപാഠിയടക്കം 6 പേരെ പോലീസ് ഇന്നലെ രാവിലെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് നടന്ന അന്വേഷണത്തിലാണ് കേസിന്റെ ഗതി പൂർണ്ണമായും മാറിയത്. കേസിൽ നിർണായകമായത് പെൺകുട്ടിയുടെ വൈദ്യപരിശോധനാ ഫലമാണ്. മെഡിക്കൽ പരിശോധനയിൽ പെൺകുട്ടി ലൈംഗിക ചൂഷണത്തിന് ഇരയായിട്ടില്ലെന്ന് വ്യക്തമായി. ഇതോടെ പെൺകുട്ടി ആദ്യം നൽകിയ മൊഴികളിലെ വൈരുദ്ധ്യവും പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്ന് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിലാണ് സഹപാഠിയുമായി ബ്രേക്കപ്പ് ആയതിന്റെ ദേഷ്യത്തിൽ കെട്ടിച്ചമച്ച കഥയാണിതെന്ന് പോലീസ് തിരിച്ചറിഞ്ഞത്. ഇതേ തുടർന്ന് കസ്റ്റഡിയിലുണ്ടായിരുന്ന 6 പേരെയും ഇന്നലെ വൈകിട്ടോടെ താൽക്കാലികമായി വിട്ടയച്ചു. മൊഴി വ്യാജമാണെന്ന് കണ്ടെത്തിയെങ്കിലും കേസ് അന്വേഷണം അവസാനിപ്പിക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിൽ നിയമപരമായ അന്വേഷണം തുടരും. ചൈൽഡ് ഹെൽപ്പ് ലൈനിൽ വ്യാജമൊഴി നൽകാനുണ്ടായ സാഹചര്യം പോലീസ് വിശദമായി പരിശോധിക്കുകയാണ്. അതോടൊപ്പം പെൺകുട്ടിക്ക് ആരെങ്കിലും മയക്കുമരുന്ന് നൽകിയിട്ടുണ്ടോ എന്ന കാര്യത്തിലും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. അമൃത ന്യൂസ്, പത്തനംതിട്ട. പത്തനംതിട്ടയിൽ 13-കാരി നൽകിയ വ്യാജ പീഡന പരാതിയുടെ പേരിൽ കസ്റ്റഡിയിലെടുത്ത യുവാവിന് പോലീസ് സ്റ്റേഷനിൽ ക്രൂരമർദ്ദനമേറ്റതായി പരാതി. ബൈപ്പാസ് ശസ്ത്രക്രിയ കഴിഞ്ഞയാളാണെന്ന് പറഞ്ഞിട്ടും പത്തനംതിട്ട കൂടൽ പോലീസ് ക്രൂരമായി വർദ്ധിച്ചുവെന്നാണ് ആക്ഷേപം. 20-കാരനായ നിബിന്റെ കാലിൽ ബൂട്ടിട്ട് ചവിട്ടി അരയ്ക്കുകയും ചെവിയിൽ പിടിച്ച് കറക്കുകയും മുടിയിൽ പിടിച്ച് വലിക്കുകയും ചെയ്തു. 3-ാം തീയതി വൈകിട്ട് കസ്റ്റഡിയിലെടുത്ത യുവാവിനെ പിറ്റേന്ന് വൈകിട്ടാണ് പോലീസ് വിട്ടയച്ചത്. യുവാവിനെ കസ്റ്റഡിയിൽ സൂക്ഷിച്ചിരുന്ന സമയം അത്രയും പ്രായപൂർത്തിയാകാത്ത കുട്ടികളും സ്റ്റേഷനിൽ ഉണ്ടായിരുന്നുവെന്നും നിബിൻ പറയുന്നു. മേത്തർ ഈഗിൾസ് FC പന്തോളം സമർപ്പിക്കുന്നത് മേത്തർ ഈഗിൾസ് FC കേരള. പരാഗ്വയെ എതിരില്ലാത്ത 1 ഗോളിന് തോൽപ്പിച്ച് ഫ്രാൻസ് ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിൽ. 70-ാം മിനിറ്റിൽ കിലിയൻ എംബാപ്പയാണ് പെനാൽറ്റിയിലൂടെ ഫ്രാൻസിന്റെ വിജയ ഗോൾ നേടിയത്. ദുബൈയെ ബോക്സിൽ വീഴ്ത്തിയതിന് ലഭിച്ച പെനാൽറ്റി എംബാപ്പെ ഗോളാക്കി മാറ്റുകയായിരുന്നു. ഈ ഗോളോടെ 7 ഗോളുമായി ഗോൾ വേട്ടയിൽ എംബാപ്പെ മെസ്സിക്കൊപ്പം എത്തി. പരാഗ്വെ ഫ്രാൻസിന് ശക്തമായ വെല്ലുവിളിയാണ് ഉയർത്തിയത്. ക്വാർട്ടർ ഫൈനലിൽ മൊറോക്കോയാണ് ഫ്രാൻസിന്റെ എതിരാളി. ബോസ്റ്റൺ സ്റ്റേഡിയത്തിൽ 10-ാം തീയതിയാണ് മത്സരം.
ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ മുൻ ചാമ്പ്യന്മാരായ ബ്രസീൽ നോർവേ മത്സരം പുലർച്ചെ 1:30 നടക്കും. മുമ്പ് ഇരു ടീമും 4 തവണ ഏറ്റുമുട്ടിയപ്പോഴും മഞ്ഞപ്പടയ്ക്ക് ജയിക്കാനായിട്ടില്ല എന്നതാണ് വെല്ലുവിളി. 2 നോർവേ ജയിച്ചപ്പോൾ 2 സമനിലയിലായിരുന്നു. അതേസമയം മറ്റൊരു മത്സരത്തിൽ രാവിലെ 5:30 മെക്സിക്കോ ഇംഗ്ലണ്ടിനെ നേരിടും. മികച്ച പ്രകടനത്തോടെയാണ് എല്ലാ ടീമുകളും റൗണ്ട് ഓഫ് 32 കടന്നെത്തിയത്. ഇനി പ്രീ ക്വാർട്ടർ, അതായത് റൗണ്ട് 60 ഏത് വമ്പന്മാർക്കും കടുക്കും. ബ്രസീലിന് വെല്ലുവിളി ഉയർത്തിയാണ് പ്രീ ക്വാർട്ടറിൽ നോർവേ ഇറങ്ങുന്നത്. ഇത്തവണയും നോർവേ ടീമിനെ നിസ്സാരമായി കാണാൻ മഞ്ഞപ്പടയ്ക്കാകില്ല. കാരണം 1998 ലോകകപ്പിലെ പ്രാഥമിക റൗണ്ടിലെ തോൽവിയാണ് അന്ന് 2-1 കരുത്തരായ ബ്രസീലിനെ തോൽപ്പിച്ചത്. നോർവേ ചരിത്രത്തിൽ ഇടം നേടി. മറ്റൊന്ന്, ബ്രസീലിന്റെ ഫുട്ബോൾ ചരിത്രത്തിൽ ഒരിക്കൽ പോലും പരാജയപ്പെടുത്താൻ കഴിയാത്ത ടീമാണ് നോർവേ. ഇരു ടീമും 4 തവണ ഏറ്റുമുട്ടിയപ്പോൾ 2ലും നോർവേ ജയിച്ചപ്പോൾ 2 സമനിലയിലായി. ഇത്തവണ ഗ്രൂപ്പ് ജേതാക്കളായാണ് ബ്രസീൽ റൗണ്ട് ഓഫ് 32 യോഗ്യത നേടിയിരുന്നത്. അവിടെ നിന്ന് നോക്കൌട്ടിൽ ജപ്പാനുമായുള്ള കടുത്ത പോരാട്ടത്തിനൊടുവിലായിരുന്നു കാനറികളുടെ പ്രീ ക്വാർട്ടറിലേക്കുള്ള പ്രവേശനം. ജപ്പാനെതിരെയുള്ള മത്സരത്തിൽ ആദ്യ ഗോൾ ജപ്പാൻ നേടിയതിന് പിന്നാലെയായിരുന്നു ഏറെ ആരാധകരുള്ള ബ്രസീലിന്റെ തിരിച്ചുവരവ്. ആദ്യ പകുതി ജപ്പാൻ നേടിയ 1 ഗോളിൽ അവസാനിച്ചെങ്കിലും രണ്ടാം പകുതിയിൽ 2 മടക്കി നൽകിക്കൊണ്ട് ബ്രസീൽ കളിയിൽ മടങ്ങി വരികയായിരുന്നു. അതേസമയം നോർവേ ഐവറി കോസ്റ്റിനെ 1-2 ഗോളുകൾക്ക് തകർത്താണ് പ്രീ ക്വാർട്ടറിൽ കടന്നത്. അതേസമയം പുലർച്ചെ നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ മെക്സിക്കോ ഇംഗ്ലണ്ടിനെ നേരിടുമ്പോൾ വീറും വാശിയുമുള്ള കളി തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മികച്ച ഫോമിലുള്ള ആതിഥേയരായ മെക്സിക്കോ ഇക്വഡോറിനെ 2-0 പരാജയപ്പെടുത്തിയാണ് പ്രീ ക്വാർട്ടറിലേക്ക് യോഗ്യത നേടിയത്. 40 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് മെക്സിക്കോ ഒരു ലോകകപ്പ് നോക്കൌട്ട് ഘട്ടത്തിൽ വിജയം നേടുന്നത്. അതേസമയം ഇംഗ്ലണ്ട് ആവേശകരമായ പോരാട്ടത്തിൽ കോങ്കോയെ 2-1 തോൽപ്പിച്ചാണ് പ്രീ ക്വാർട്ടറിലേക്ക് എത്തിയത്. മെക്സിക്കോയെ തോൽപ്പിച്ചാൽ ക്വാർട്ടർ ഫൈനലിൽ ബ്രസീലോ നോർവേയോ ആയിരിക്കും ഇംഗ്ലണ്ടിന്റെ എതിരാളികൾ. 1966 ഒരേ ഒരു തവണ ലോകകപ്പ് നേടിയ ഇംഗ്ലണ്ട് ഈ വർഷം ആ നീണ്ട കാത്തിരിപ്പ് അവസാനിപ്പിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയുടെ സംസ്കാര ചടങ്ങിനിടെ വിവാദ പരാമർശവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ മുഴുവൻ ഉന്നത നേതൃത്വവും ഒരേ സമയം ഒരുമിച്ച് കൂടുമ്പോൾ അവരെ ഇല്ലാതാക്കൽ എളുപ്പമാണെന്നാണ് ട്രംപിന്റെ പരാമർശം. എന്നാൽ അമേരിക്ക അങ്ങനെ ചെയ്യില്ലെന്നും ട്രംപ് പറഞ്ഞു. ആയത്തുള്ള അലി ഖമനയുടെ സംസ്കാര ചടങ്ങുകൾ തുടരുകയാണ്. അയത്തുള്ള അലി ഖമനയുടെ ശവസംസ്കാര ചടങ്ങിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പരാമർശം വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നു. സംസ്കാര ചടങ്ങുകൾക്കായി ഇറാന്റെ മുഴുവൻ ഉന്നത നേതൃത്വവും ഒരേ സമയം ഒത്തുകൂടിയതിനെ പരാമർശിച്ചാണ് ട്രംപിന്റെ വിവാദ പരാമർശം. അവരെല്ലാവരും അവിടെയുണ്ട്, ഒരൊറ്റ ഷോട്ട്, നമുക്ക് അവരെയെല്ലാം ഒരുമിച്ച് ഇല്ലാതാക്കാൻ കഴിയും. ഇതായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന. എന്നാൽ അമേരിക്ക അങ്ങനെ ചെയ്യില്ല എന്നും ട്രംപ് പറയുന്നുണ്ട്. ഒരുമിച്ച് ഇല്ലാതാക്കിയാൽ പിന്നീട് US-ന് ആണവ കരാറിനായി ചർച്ച നടത്താൻ അവിടെ ആരും അവശേഷിക്കില്ല എന്നാണ് ട്രംപിന്റെ വാദം. ഖമനയുടെ സംസ്കാര ചടങ്ങിൽ ജനം കരയുന്നത് കണ്ട് ഞെട്ടിപ്പോയെന്നും ട്രംപ് പറഞ്ഞു. ആക്സിയോസിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് ഇക്കാര്യങ്ങൾ പറഞ്ഞത്. ടെഹ്റാനിലെ ശവസംസ്കാര ചടങ്ങുകൾ താൻ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ദുഃഖാചരണം അവസാനിക്കുന്നതുവരെ ഇറാൻ ആണവ ചർച്ചകൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും ട്രംപ് പറഞ്ഞു. ലോക നേതാക്കളടക്കം ഖമനയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുകയാണ്. ടെഹ്റാനിലെ ഗ്രാൻഡ് മസല്ലയിൽ ജനലക്ഷങ്ങളാണ് ആദരാഞ്ജലി അർപ്പിക്കുന്നത്. സംസ്കാര ചടങ്ങുകൾക്ക് വലിയ തോതിലുള്ള സുരക്ഷാ ഭീഷണികൾ ഉയർന്നതിനാൽ ടെഹ്റാനിൽ സർക്കാർ ഓഫീസുകൾക്ക് അവധി നൽകുകയും കർശനമായ ട്രാഫിക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. അതിനിടെ ആയത്തുള്ള അലി ഖമനയുടെ ഔദ്യോഗിക വിലാപയാത്രയിൽ പരമോന്നത നേതാവ് മുജ്തബ ഖമനയി പങ്കെടുക്കാത്തത് ചർച്ചയാകുന്നു. സുരക്ഷാ കാരണങ്ങളാലാണ് മുജ്തബ ഖമനയി പൊതുചടങ്ങിൽ നിന്ന് വിട്ടുനിന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ടെഹ്റാനിലെ ചടങ്ങിൽ വിദേശകാര്യമന്ത്രി അബ്ബാസ് രാഖ്ഷിയും പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗറും പങ്കെടുത്തു. ആയത്തുള്ള അലി ഖമനയുടെയും മറ്റ് 4 കുടുംബാംഗങ്ങളുടെയും മൃതദേഹങ്ങൾക്ക് മുന്നിൽ ഖമനയുടെ മറ്റു 3 മക്കളും ഇന്ന് പ്രാർത്ഥന നടത്തി. മുസ്തഫ, മെയ്സം, മസൂദ് ഖമനയി എന്നിവർ പ്രാർത്ഥിക്കുന്ന ദൃശ്യങ്ങളാണ് സ്റ്റേറ്റ് TV പുറത്തുവിട്ടത്. ആഭ്യന്തര കലഹത്തിൽ തകർന്നടിഞ്ഞ് തൃണമൂൽ കോൺഗ്രസ്. സംസ്ഥാന പ്രസിഡന്റ് കൂടി രാജിവെച്ചതോടെ പാർട്ടി പൂർണ്ണമായും വിമത വിഭാഗം പിടിച്ചെടുത്തു. പാർട്ടി ആസ്ഥാനം നഷ്ടപ്പെട്ടതോടെ വീട് ഓഫീസായി പ്രവർത്തിക്കുമെന്നും കീഴടങ്ങില്ലെന്നും മമതാ ബാനർജി. കമ്പനി അടച്ചുപൂട്ടുമ്പോൾ ജീവനക്കാർ പിരിഞ്ഞുപോകുന്നത് സ്വാഭാവികമാണെന്ന് BJPയുടെ പരിഹാസം. നിയമസഭാ തിരഞ്ഞെടുപ്പിലേറ്റ പരാജയത്തിന് പുറകെ തുടർച്ചയായി തിരിച്ചടികൾ നേരിട്ട മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് പാർട്ടി പൂർണ്ണമായും നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്.
മമതയുടെ വിശ്വസ്തയായിരുന്ന ചന്ദ്രിമ ഭട്ടാചാര്യ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതോടെ തൃണമൂൽ കോൺഗ്രസ് പൂർണ്ണമായും വിമത വിഭാഗം പിടിച്ചെടുത്തു. തൃണമൂലിന്റെ പേരും ചിഹ്നവും അവകാശപ്പെട്ട് ഋതുപ്രതാ ബാനർജിയുടെ നേതൃത്വത്തിൽ തൃണമൂൽ സംഘം തിരഞ്ഞെടുപ്പ് കമ്മീഷന് അപേക്ഷ നൽകിയിരുന്നു. ബഹുഭൂരിപക്ഷം MLA-മാരും നേതാക്കളും വിമത നീക്കത്തിനൊപ്പമായതിനാൽ പാർട്ടിയുടെ പേരും ചിഹ്നവും മമതയ്ക്ക് നഷ്ടമാകാനാണ് സാധ്യത. കൊൽക്കത്തയിലെ തൃണമൂൽ കോൺഗ്രസിന്റെ ആസ്ഥാനം ഋതുപ്രതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള വിമത വിഭാഗം പിടിച്ചെടുത്തിരുന്നു. ഒരു കമ്പനി അടച്ചുപൂട്ടുമ്പോൾ ജീവനക്കാർ പിരിഞ്ഞുപോകുന്നത് സ്വാഭാവികമാണെന്നും തൃണമൂൽ കോൺഗ്രസിൽ മമതയും അഭിഷേക് ബാനർജിയും മാത്രം ബാക്കിയാകുമെന്നും BJP പ്രതികരിച്ചു. देखिए, कंपनी जब बंद होता है तो कर्मचारी एक एक करके चले जाते हैं. इसमें नई बात कौन सी है? तो तृणमूल नाम का जो कंपनी है ये तो बंद हो चुका है. इसमें ताला लग चुका है. सिर्फ बुआ और भतीजा रहेगा कालीघाट तृणमूल में. പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നം നിലനിർത്താൻ നിയമ പോരാട്ടം നടത്തുമെന്നും ഒരിക്കലും കീഴടങ്ങില്ലെന്നും മമതാ ബാനർജി വ്യക്തമാക്കി. പാർട്ടി ആസ്ഥാനം വിമതർ പിടിച്ചെടുത്തെങ്കിലും വീട് ഓഫീസായി പ്രവർത്തിക്കുമെന്നും മമത പ്രഖ്യാപിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഇടവേളയ്ക്ക് ശേഷം ടോപ് 10 തുടരും.